കൂട്ടക്കൊലപാതക കേസിൽ നേത്രാവതി പുഴയോട് ചേർന്നുള്ള 8ാം പോയിന്റിൽ ഇന്ന് നിർണായക തെരച്ചിൽ നടക്കുകയാണ്. പ്രദേശത്ത് കൂടുതൽ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി. 6ാം പോയിന്റിൽ തലയോട്ടി അടക്കം കണ്ടെത്തിയതോടെ ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങളിൽ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ധർമ്മസ്ഥലയിൽ നിന്ന് KV ബൈജു നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ വാർത്താ ജാഗ്രതയുടെ ഫലം കണ്ട ഒരു ദിവസം കൂടിയായിരുന്നു. തുടക്കത്തിൽ നമ്മൾ ഈ വാർത്ത, ഈ ദുരൂഹ സ്ഥലയെക്കുറിച്ച് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചു. അതിന് പിന്നാലെ നിരന്തരം ഫോളോ അപ്പുകൾ ഉണ്ടായി. ശേഷം SIT രൂപീകരിക്കേണ്ടി വന്നു. അവരുടെ പരിശോധന, അന്വേഷണം പുരോഗമിക്കുന്നു. അത് ആ നിർണായക ഘട്ടത്തിലേക്ക്, ഈ ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്താൻ എത്രത്തോളം പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്നലെ ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലത്ത് നിന്ന് മനുഷ്യ അസ്ഥികൂടത്തിന് ഭാഗം ലഭിച്ചു എന്നുള്ളത് ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായിരുന്നു. അപ്പോൾ അത് കൂടുതലായി ശുചീകരണ തൊഴിലാളി നൽകിയിട്ടുള്ള ആ മൊഴി ശരിവെക്കുന്നതാണ്, അതിൽ വാസ്തവമുണ്ട് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് 8ാം പോയിന്റിൽ മറ്റ് സ്ഥലങ്ങളിൽ കൂടുതലായിട്ടുള്ള തെരച്ചിൽ അത് ഊർജിതമായി നടക്കാൻ കൂടി വഴിവെച്ചിരിക്കുകയാണ്. ഇന്നത്തെ തെരച്ചിൽ അത് എങ്ങനെയായിരിക്കും, അതിന്റെ വിശദാംശങ്ങൾ? ആര്യ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ തെരച്ചിൽ അതിനിർണായകമാണ്. കാരണം ഈ 8ാം പോയിന്റ് എന്ന് പറയുന്നത് കൂടുതൽ, അതായത് ഒന്നിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലമാണ്. അത് നേത്രാവതി പുഴയോട് ചേർന്നാണ്. അതോടൊപ്പം ഈ ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ഏതെങ്കിലും തരത്തിൽ മറ്റു നിർമ്മാണമൊന്നും നടക്കാതെ അങ്ങനെ തന്നെ വർഷങ്ങളായി അങ്ങനെ തന്നെ കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വളരെ വേഗം അവിടെ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയാൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇന്നുള്ളത്. എന്തായാലും ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ, മാസങ്ങൾ നീണ്ട ആ വാർത്താ പരമ്പര, ഇതൊക്കെ ഒടുവിൽ ഇന്നലെ നിർണായകമായത് ആ ഒരു അസ്ഥികൂടം ലഭിച്ച ഒരു സാഹചര്യമായിരുന്നു. അത് ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു, ബലപ്പെടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും പ്രധാനം ഇന്നത്തെ പരിശോധനയാണ്. ഇന്ന് 8 മുതൽ 11 വരെ പോയിന്റ് അടുത്തടുത്താണ്, റോഡിനോട് ചേർന്ന് വനമേഖലയിലാണ്. നമുക്ക് നോക്കിയാൽ കാണാം. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ അവിടെ നിന്ന് തത്സമയം റിപ്പോർട്ട് ചെയ്തതുമാണ്. ആ സ്ഥലങ്ങളിലെ പരിശോധന നിർണായകമാണ്. കൂടുതൽ മൃതദേഹങ്ങൾ ആ ഭാഗത്ത് ഇത്തരത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. കൃത്യമായി ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിപ്രകാരം അവിടെ അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ കൂടുതൽ പോലീസിനെ ഈ പ്രദേശത്ത് വിന്യസിച്ചിരുന്നു കാവലിനായി. കാരണം ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കാനുള്ള ഒരു സാധ്യത ഒക്കെ ഉണ്ട്. അത് മുന്നിൽ കണ്ട് ആയുധധാരികളായ പോലീസിനെയാണ് പ്രദേശത്ത് വിന്യസിച്ചത്. ഏതായാലും ഇന്നലത്തെ ഈ തെരച്ചിലിൽ ഒരു പുരുഷന്റെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് 15ഓളം അസ്ഥികളാണ് ഇത്തരത്തിൽ ലഭിച്ചത്. ആദ്യം 2 അടി താഴ്ചയിൽ ഈ മൃതദേഹം അവശിഷ്ടം, അതായത് ഒരു അസ്ഥി കൂടെ ലഭിക്കുന്നു. പിന്നീട് വീണ്ടും അവിടെ പരിശോധന നടത്തുമ്പോൾ ഒരു തലയോട്ടിയും കിട്ടുന്നു. എന്തായാലും ഇത് ഒരാളുടേതാണോ രണ്ടാളുടേതാണോ രണ്ടുപേരുടേതാണോ അത് അറിയാനുണ്ട്. അത് ഏതായാലും ഫോറൻസിക് പരിശോധനയിൽ മാത്രമേ മനസ്സിലാകൂ. ഇതെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക്, വിദഗ്ധ പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കും. 8ലാണ് ഇന്ന് തെരച്ചിൽ നടക്കുക. ആദ്യ തെരച്ചിൽ 8ലാണ് നടക്കുക. 8ലെ തെരച്ചിൽ നടത്തിയതിനു ശേഷം വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ മറ്റിടങ്ങളിലേക്ക് പോകൂ. ഇപ്പോൾ നിലവിൽ 13 പോയിന്റുകളാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ 14ാമത്തെ പോയിന്റ് അത് ഒരു എസ്റ്റേറ്റിലാണ്, അതൊരു ഉന്നതന്റെ എസ്റ്റേറ്റ് ആണ്. അവിടെ ഈ മാർക്ക് ചെയ്യുകയും പരിശോധന നടത്തുന്ന ഒരു നടപടിയിലേക്ക് പോലീസ് സംഘം കടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും കോടതിയുടെ ഉത്തരവോടുകൂടി, കോടതിയിൽ സമീപിച്ച് കോടതിയുടെ ഉത്തരവോടുകൂടിയാണ് ഈ ഇടങ്ങളിൽ പരിശോധന നടക്കുന്നത്. അല്ലെങ്കിൽ നാളെ ഒരു നിയമപ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഈ അന്വേഷണത്തെ മൊത്തം ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരമൊരു നീക്കമാണ് SIT നടത്തുന്നത്. ഇന്ന് വളരെ പ്രധാനം മറ്റൊരു കാര്യം, മംഗളൂരുവിലും അതുപോലെ തന്നെ ബെൽത്തങ്ങാടിയിലും ക്യാമ്പ് ഓഫീസ്, അതായത് ഹെൽപ്പ് ലൈൻ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. പരാതി നൽകാനുള്ളവർക്ക് അവിടെ നേരിട്ടെത്തി പരാതി നൽകാം. അവിടെ പ്രത്യേക ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് രഹസ്യമായി തന്നെ വെക്കും. പ്രധാനമായും ഇത്തരത്തിൽ തലയോട്ടികൾ അല്ലെങ്കിൽ അസ്ഥികൂടങ്ങളൊക്കെ ലഭിക്കുമ്പോൾ DNA പരിശോധന നടത്തി ഇത്തരത്തിൽ പരാതി നൽകുന്നവരുടെ DNA പരിശോധനയും സാമ്പിളും ശേഖരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ, ഇത്തരത്തിൽ മിസ്സായവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്താൻ കഴിയുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. ഇവിടെ ഇന്ന് കൂടുതൽ പേർ പരാതിയുമായി എത്താൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ നമ്മളെയും ആളുകൾ ബന്ധപ്പെട്ടിരുന്നു. അതൊരു പക്ഷേ ഞെട്ടിപ്പിക്കുന്ന പല വെളിപ്പെടുത്തലുകളും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായേക്കാം. കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. എന്തായാലും മാസങ്ങൾക്ക് നീണ്ട വാർത്താ പരമ്പരക്കൊടുവിൽ
ഏറ്റവും ഈ ഒരു സംഭവത്തിന് ഫലപ്പെടുന്ന അല്ലെങ്കിൽ ഇതിന്റെ തെളിവ് പുറത്തു വരുന്ന ദിവസമായിരുന്നു ഇന്നലെ. നിർണായകമായ ദിവസം. അത് നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക് ചെയ്തിരുന്നു. കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഈ നേരത്തെ 4-ലും 5-ൽ നിന്നും ലഭിച്ചു എന്നൊരു സൂചനയൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ SIT നിലവിൽ ഒന്നും ഇപ്പോൾ പുറത്ത് അതീവ രഹസ്യമായി നടക്കുന്ന തെരച്ചിലാണ്. നമുക്കറിയാം, രാജ്യം ഇന്നേ വരെ കണ്ടിട്ടില്ല സമാനതകളില്ലാത്ത തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിന്റെ വാർത്തയാണ് നമ്മളെ തേടിയെത്തിയത്. ഇപ്പോഴും അതേക്കുറിച്ച് വിശദീകരിക്കുമ്പോഴോ അല്ലെങ്കിൽ അതേക്കുറിച്ച് കേൾക്കുമ്പോൾ പോലും ഞെട്ടലാണ്. ലോകത്ത് തന്നെ സമാനമായ രീതിയിൽ ഒരു സംഭവമുണ്ടോ? കെട്ടുകഥകളിൽ പോലും കേട്ടിട്ടില്ലാത്ത, നമ്മൾ എപ്പോഴും പറയുന്നതാണ്, അത്തരത്തിലൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തെളിവുകൾ നഷ്ടമാകരുത്. മറ്റുള്ള പുറത്തു നിന്നുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസ് ഇനിയും അവിടെ ഉണ്ടാകാൻ പാടില്ല. ആ ഒരു ജാഗ്രതയിൽ തന്നെയാണ് അതീവ രഹസ്യമായി അവിടെ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബൈജു നേരത്തെ സൂചിപ്പിച്ചു 13 ഇടങ്ങളാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. 6-ാം പോയിന്റിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഈ നിർണായക തെളിവ് ലഭിച്ചത്. ഇന്ന് 8-ാം പോയിന്റിൽ തെരച്ചിൽ നടക്കുന്നു. ഇനി എത്ര പോയിന്റുകളാണ് ബാക്കിയുള്ളത്? എത്രത്തോളം ഇപ്പോൾ തെരച്ചിൽ ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു? ആര്യ, 13 പോയിന്റാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. 100-ഓളം മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടെന്നാണ് ഇദ്ദേഹത്തിന് വെളിപ്പെടുത്തൽ. ഏകദേശം 80ഓളം പോയിന്റുകൾ മാർക്ക് ചെയ്യാനുണ്ട്. അതിൽ 13 മാത്രമേ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഈ 13ലെയും പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രമേ ഇനി കൂടുതൽ സ്ഥലങ്ങൾ ഇത്തരത്തിൽ അടയാളപ്പെടുത്തൂ. കാരണം അത് തെളിവ് നശിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട് അത്തരം ഇടങ്ങൾ കൂടുതലായി മാർക്ക് ചെയ്ത് വെച്ചാൽ. നിലവിൽ 13 കൃത്യമായി ഇത്തരത്തിൽ മാർക്ക് ചെയ്ത സ്ഥലങ്ങൾ വിശദമായ പരിശോധന നടത്തിയാൽ അതിനുശേഷം മറ്റ് ഇടങ്ങളിലേക്കുള്ള പരിശോധന നടത്തും. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ നിർണായകമായ ഒരു മൊഴിയുണ്ട്. അതായത് ഏറ്റവും പ്രധാനം MBBS വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിന്റെ തിരോധാനമാണ്. അതിലൊരു അമ്മ കാത്തിരിക്കുന്നുണ്ട്. അതായത് ഒരു അസ്ഥിയെങ്കിലും തരൂ, അന്ത്യകർമ്മം ചെയ്യാനെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അമ്മയുടെ വാക്കുകൾ അത് കേൾപ്പിച്ചതാണ്. ആ മൃതദേഹം, അതിന് രൂപസാദൃശ്യമുള്ള ഒരു മൃതദേഹം 8 മുതൽ 11 വരെ ഇടങ്ങളിൽ ഒഴിച്ചിട്ടിട്ടുണ്ടെന്ന ഒരു നിർണായക മൊഴി, അതല്ലെങ്കിൽ അങ്ങനെ ഒരു ശുചീകരണ തൊഴിലാളിയുടെ ഒരു വാക്കുണ്ട്. അത് ഇന്ന് ഏറ്റവും പ്രധാനമായിരിക്കും ഈ കേസിൽ. കാരണം അമ്മ സുജാത ഭട്ട് ഇവിടെ കാത്തിരിക്കുന്നുണ്ട് ധർമ്മസ്ഥലയിൽ വർഷങ്ങളായി. അവരുടെ DNA പരിശോധന ഇവിടെ നൽകിയിട്ടുണ്ട്, സാമ്പിൾ നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് അത്തരത്തിൽ മൃതദേഹം ലഭിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു പുരുഷന്റേതാണെന്ന്, ഒരു ഇത്തരത്തിൽ സ്ത്രീയുടെ ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട തെളിവുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെങ്കിൽ ഈ കേസിന് വലിയൊരു മാനം വരും. അതുതന്നെയാണ് ഇന്ന് ഏറ്റവും നിർണായകം. അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം അതിൽ തെളിവുകൾ ഇന്ന് ഭൂമിക്കടിയിൽ നിന്നും മണ്ണിനടിയിൽ നിന്നും പുറത്തു വരുമോ? അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത്. എത്ര മൃതദേഹങ്ങൾ ഈ ഭാഗത്തുണ്ട്? അതായത് 8 മുതൽ 11 വരെ. ഒരു പക്ഷേ ഇന്ന് കൂടുതൽ ആളുകൾ എത്തിയേക്കാം. SIT സംഘം വിപുലീകരിക്കാൻ ആലോചിക്കുന്നുണ്ട്. ഇന്ന് DGP പ്രണബ് മൊഹന്തി ഇന്ന് ധർമ്മസ്ഥലയിൽ എത്തുന്നുണ്ട്. ഈ അന്വേഷണ പുരോഗതി വിലയിരുത്താനാണ് അദ്ദേഹം എത്തുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം എത്തിയിരുന്നു. പോയിന്റ് 4-ലും 5-ലും അദ്ദേഹം ഇത്തരത്തിൽ സന്ദർശിച്ചിരുന്നു, നേരിട്ടെത്തിയിരുന്നു. ഇന്ന് അദ്ദേഹം വരുന്നുണ്ട്. എന്താണ് ഇനി തുടർ നീക്കങ്ങൾ, അതൊക്കെ ഈ DGPയുമായുള്ള കൂടിയാലോചനയിൽ ഉണ്ടാകും. ഏതൊക്കെ രീതിയിൽ ഒരു പക്ഷേ ഈ സംഘത്തെ, SIT സംഘത്തെ വിപുലീകരിച്ചേക്കാം, കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിയേക്കാം. നിലവിൽ 8 പേരെ ഇപ്പോൾ ഇതിൽ പുതുതായി ഈ സംഘത്തിൽ ചേർത്തിട്ടുണ്ട്. അതായത് 20 പേരടങ്ങുന്ന സംഘമാണെങ്കിൽ ഇപ്പോൾ അത് 28 പേരടങ്ങുന്ന സംഘമായിരിക്കുന്നു. ഒരു പക്ഷേ ഒരേ സമയത്ത് തന്നെ 3-ഉം 4-ഉം ഇടങ്ങൾ കുഴിച്ച് പരിശോധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയേക്കാം. വളരെ വേഗത്തിൽ പരിശോധന നടത്തി ഇതിനെല്ലാം ഒരു ഉത്തരം കണ്ടെത്തുക എന്നത് വളരെ വേഗം തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അതിനൊപ്പം നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം ബൈജു, അതായത് ഇന്നലെ ലഭിച്ച മനുഷ്യ അസ്ഥികൂട ഭാഗത്തിന് ഫോറൻസിക് പരിശോധനാ ഫലം അത് എപ്പോഴത്തേക്ക് വരുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തമായ ഒരു മറുപടി ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ രഹസ്യ സ്വഭാവത്തിലൂടെയാണ് ഈ പരിശോധന നടക്കുന്നത്. ഇന്നലെ തന്നെ നമ്മുടെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മനുഷ്യന്റെ അസ്ഥി അവിടെ നിന്ന് ലഭിച്ചു എന്ന വിവരം പോലും പുറത്തു വരുന്നത്. അതിൽ ആ സമയം തന്നെ ഈ അഭിഭാഷകനായ മഞ്ജുനാഥ ഒരു പോസ്റ്റ് ഇടുന്നു, സത്യമേവ ജയതേ എന്ന്. അദ്ദേഹമാണ് ഈ സാക്ഷികൾക്ക് വേണ്ടിയും ഇവിടുത്തെ ഇരകൾക്ക് വേണ്ടിയും ഈ ശുചീകരണ തൊഴിലാളിക്ക് വേണ്ടിയും ഒക്കെ നിലകൊള്ളുന്ന ഒരാൾ. അങ്ങനെ ഒരു പോസ്റ്റ് കൂടി പുറത്തു വന്നതോടുകൂടിയാണ് അതിനൊരു സ്ഥിരീകരണം വരുന്നത്. അതല്ലാതെ SITയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും
ഏതെങ്കിലും തരത്തിൽ അന്വേഷണ പുരോഗതി സംബന്ധിച്ച് ഒരു വാർത്താക്കുറിപ്പോ വാർത്താ സമ്മേളനമോ നടന്നിട്ടില്ല. അവർ ഇപ്പോൾ ഒരു കാര്യവും പ്രതികരിക്കാനും തയ്യാറല്ല. കാരണം അവർക്ക് മുന്നിൽ ഒരുപാട് കടമ്പകളുണ്ട്. ഇതൊരു പ്രാഥമിക ഘട്ടത്തിലാണെന്നാണ് DGP വ്യക്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ അന്വേഷണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടം കഴിഞ്ഞാൽ മാത്രമേ ഇത് സംബന്ധിച്ചെല്ലാം വ്യക്തത വരൂ. എന്തായാലും ഈ പരിശോധനാ ഫലം വളരെ വേഗത്തിൽ ലഭിക്കാനുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ആരുടേതാണ് ഇത് എന്നത് തിരിച്ചറിയേണ്ടതുണ്ട്. സങ്കീർണമായ നടപടികളാണ് ഇനി തുടർ നടപടികളൊക്കെ. പക്ഷെ അതിലെല്ലാം ഏറ്റവും പ്രധാനം ഇന്ന് പരിശോധന നടത്തി ലഭിക്കുന്ന മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾ അതൊരു പക്ഷേ ഇപ്പോൾ സാമ്പിൾ ശേഖരിച്ചിരിക്കുന്ന അനന്യ ഭട്ടിൻ്റെതാകുമോ അതല്ല ഏതെങ്കിലും നേരത്തെ DNA പരിശോധന ഫലം ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളതുമായി മാച്ച് ചെയ്യുന്നുണ്ടോ അതൊക്കെ നിർണായകമാണ്. ഈ കേസിൽ ഒരു തെളിവ് ആ രീതിയിലെങ്കിലും ലഭിച്ചാൽ അത് ഏറ്റവും വലിയ നീക്കങ്ങളാവും SITയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ഏതായാലും അത്തരം തെളിവുകൾ തേടിയാണ് ഇന്നത്തെ ഇവരുടെ ഈ ഒരു ദൗത്യം. ഇത്തരത്തിൽ കുഴിച്ച് പരിശോധന ആ ഒരു രീതിയിലാണ്. എന്തായാലും ഇന്ന് കൂടുതൽ സംഘങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. മാത്രമല്ല ഇന്ന് JCB ഉപയോഗിച്ച് പോലും ആ പരിശോധന നടത്താൻ കഴിയുന്ന ഒരിടത്താണ് ഈ 8 പോയിന്റ് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് ധർമ്മസ്ഥലയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും 6ാം പോയിന്റിൽ നിന്ന് തലയോട്ടി അടക്കം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയതോടെ ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങളിൽ കൂടുതൽ ഊർജിതമായി തെരച്ചിൽ തുടരുന്നു എന്നുള്ളതാണ്. ഇന്ന് നിർണായകമായ 8ാം പോയിന്റിലാണ് തെരച്ചിൽ നടക്കുന്നത്. നമുക്ക് വരും ബുള്ളറ്റിനുകളിലും മണിക്കൂറുകളിലെല്ലാം ധർമ്മസ്ഥലയിലെ വിശദാംശങ്ങളിലേക്ക് അപ്പോൾ എത്താം.